നമസ്കാരം, എല്ലാവർക്കും ശക്തി കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടല്ല ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഹോം ഗാർഡൻ എന്ന ഒരു ഐഡൻറ്റിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ പലപ്പോഴും അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും ആനുകാലിക പ്രസക്തിയുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അഗ്ലോണിമയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 8848296441 ഒരു മെസ്സേജ് ചെയ്താൽ മതിയാവും കേട്ടോ. കഴിഞ്ഞ കുറേ അധികം നാളുകളായിട്ട് നമ്മൾ കൂടുതലും കേൾക്കുന്നത് ആത്മഹത്യയും കൊലപാതകവും ഒക്കെയാണ് ഇല്ലേ? ചില ന്യൂസുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സും വല്ലാതെ നൊമ്പരപ്പെടാറുണ്ട്. ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, കുഞ്ഞു മക്കളെ കൊന്നിട്ട് അമ്മ ആത്മഹത്യ ചെയ്യുന്നു. എന്തിന് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു പിള്ളേർ പോലും ഒരു മുഴം കയറിൽ ജീവനെടുക്കുന്ന ദുഃഖകരമായ വാർത്തകളാണ് നമ്മൾ കുറച്ചൊരു കാലമായിട്ട് കേട്ടുവരുന്നത്. നിങ്ങളൊരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈശ്വരൻ നമുക്ക് തന്ന ഈ ജീവനെ ഒരു മുഴം കയറിലും ഒരു തുള്ളി വിഷത്തിലും ഏതെങ്കിലും വെള്ളക്കെട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ അരഞ്ഞും എരിഞ്ഞും തീരാനുള്ളതാണോ നമ്മുടെ ഈ ജീവൻ? അല്ല. ആത്മഹത്യ എന്നതൊരു പ്രശ്ന പരിഹാരമേ അല്ല. ഇത് ആദ്യം നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കുഞ്ഞുമക്കളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സന്തോഷം വന്നാൽ നമ്മളത് ആഘോഷിക്കാറില്ലേ? ചിരിക്കാറില്ലേ? നമ്മൾ സന്തോഷം വരുമ്പോൾ ആത്മഹത്യ ചെയ്യാറുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് സങ്കടം വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത്? നല്ലൊരു സൗഹൃദമുണ്ടെങ്കിൽ അല്ലെ നിങ്ങൾക്ക് വീടുകളിൽ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സങ്കടങ്ങൾ മറ്റുള്ള ആളോട് ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ പകുതി ഖനം ഒന്ന് കുറയും കേട്ടോ. നമ്മൾ ചേർത്ത് പിടിക്കുന്ന കൈകളെ ഒരിക്കലും തള്ളിക്കളയാതിരിക്കുക. ആത്മഹത്യ ഒരു പ്രശ്ന പരിഹാരമല്ല എന്നത് മനസ്സിലാക്കുക. ചേർത്ത് പിടിക്കുന്ന കൈകളെ തട്ടിക്കളയാതിരിക്കുക. ഉറുമ്പ് അരിമണി കൂട്ടുന്ന പോലെ നമ്മുടെ ജീവിത സൗഭാഗ്യത്തിന് വേണ്ടി നമുക്കെല്ലാം നേടിത്തരുന്ന, സ്വന്തം ഇഷ്ടങ്ങളെപ്പോലും മാറ്റിവെച്ച് നമുക്കെല്ലാം നേടിത്തരുന്ന നമ്മുടെ കൂട്ടത്തിലുള്ളവരെ, നമ്മുടെ വീട്ടിലുള്ളവരെ മറക്കാതിരിക്കുക. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി, വീർത്ത കൺപോളകളോടുകൂടി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവരെ ഇട്ടുകൊടുക്കാതിരിക്കുക. അതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് പ്രശ്നം വന്നാലും അത് പരിഹരിക്കാൻ പ്രാപ്തരായിരിക്കാം. നമ്മുടെ സങ്കടങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരോട് ഷെയർ ചെയ്യുക. അങ്ങനെ മനസ്സിൻ്റെ ഖനം കുറയ്ക്കുക, ജീവിത വിജയം നേടുക. സക്സസ്, വിജയം എന്ന 3 അക്ഷരം ഒരുപാട് അർത്ഥവും വ്യാപ്തിയും ഉള്ളതാണ്. ആ വ്യാപ്തി മനസ്സിലാക്കി എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു.